ഇതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ. ശരത്തിന്റെയും എന്റെ ഫ്രണ്ടിന് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇതേപോലെ അവർ പ്രണയിക്കുന്ന സമയത്ത് ഉറപ്പാണ് രാഹുൽ ഈ വട്ടം ഇലക്ഷന് നിൽക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം പറ. രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ മത്സരിക്കാൻ ചാൻസ് കുറവാണെന്നുള്ള രീതിയിലാണ്. അത് സത്യം തന്നെയാണ്, മത്സരിക്കാൻ ചാൻസ് കുറവാണ്. കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കാരണമൊക്കെ ആയതുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുക്കത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, ഹരിപ്പാടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച്, പാർട്ടിക്കാരനാണ് അദ്ദേഹം, പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ വിളിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യങ്ങളാണ്, കൊടുക്കത്തില്ല, ചാൻസ് ഇല്ല. പിന്നെ എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവോ കാര്യങ്ങളോ ഒക്കെ വരണം, കേസും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ നിരപരാധിയാന്നുള്ള രീതി വരണം. ഇപ്പോൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ജാമ്യം കാര്യങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അവർക്ക് തൃപ്തികരമല്ല. മെയിനായിട്ടുള്ള ആരാന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ആരാ കളിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിലിടാം. ഞാൻ എൻ്റെ വീഡിയോയിൽ പലവട്ടം അത് പറയുന്ന വ്യക്തികളൊക്കെ തന്നെ. ഈ വട്ടം ഞാൻ നിങ്ങളോട് പറയുന്ന ആരാണെന്ന്, കാരണം നിങ്ങളും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും കൂടെ നമ്മൾ നോക്കണമല്ലോ. ഓക്കെ, ആ വ്യക്തികൾ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അത്യാവശ്യം പാലക്കാട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റായിട്ടുണ്ട്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സ് ഇടുന്നുണ്ട്, രാഹുൽ ഈ വട്ടം ഇലക്ഷനിൽ നിന്നില്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കണ്ട എന്ന്. പിന്നെ ആര് ജയിക്കും? ഞാൻ അതും കൂടെ ചോദിച്ചോട്ടെ. രാഹുലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, വേറെ ആർക്കും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ ഇഷ്ടപ്പെടുന്ന കാര്യമായി പറയുന്നത്. നമ്മൾ മാത്രം ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം അദ്ദേഹം നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. പരസ്പര സമ്മതത്തോടെ, മൂന്നാമത്തെ കേസിലാണ് ഞാൻ ഈ പറയുന്ന പരസ്പര സമ്മതത്തോടെ. ബാക്കിയൊക്കെ പൊട്ടലും ചീറ്റിലും ഒക്കെ തന്നെ. കൂടുതലും ഈ ശബരിമല വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കാട്ടിക്കൂടുന്ന അഭിമാന പ്രകസനം. പിന്നെ നാലാമത്തെ പെൺകുട്ടി ഇറക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ രാഹുൽ മത്സരിക്കില്ല എന്നുള്ള രീതിയിലാണ്. രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ ചോദിച്ചാൽ അവിടെ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ ഒരു രാഹുലിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ കോൺഗ്രസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു രാഹുൽ ആയതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ ഇലക്ഷന് നിൽക്കില്ല. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ വട്ടം രാഹുൽ ഇലക്ഷന് നിന്നില്ലെങ്കിൽ, സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ നിന്നില്ലെങ്കിൽ ആ ഗ്രിപ്പ് പോകാൻ, എൻ്റെ മനസ്സിൽ പറയുന്നത് ഇങ്ങനെ, അടുത്ത വട്ടം അയാൾ നിന്ന ഗുണം ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും എന്നുള്ള രീതിയിലാണ്. ഈ ഒരു 5 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഇനി തിരിച്ചെടുക്കുമോ, അഥവാ അദ്ദേഹം ഈ വട്ടം നിന്നില്ല, അടുത്ത വട്ടം അയാൾ ഒരു വിശ്വാസം കാണുമല്ലോ, ചിലപ്പോൾ എന്നെ അടുത്ത വട്ടം നിർത്തിയാലോ എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പോഴും കോൺഗ്രസ്സുകാർ കാര്യം അറിയാലോ, ഈ പ്രധാനപ്പെട്ട ആൾക്കാർ. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം സ്വതന്ത്രമായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളത് കറക്റ്റായിട്ട് പറയുകയും ചെയ്യാം. പക്ഷേ ഞാൻ അറിഞ്ഞ രാഹുൽ കോൺഗ്രസ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നിൽക്കൂ എന്ന് പറയുന്ന ഒരു രാഹുലാണ് ഇപ്പോൾ. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുള്ളി ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആ ഒരു പാർട്ടി അത്രമാത്രം അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോട്ടൊന്നും പോകത്തില്ല, BJP ഒരിക്കലും പോകത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകത്തില്ല എന്ന് പറയാനുള്ള കാര്യം ഞാൻ 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ശരത്ത്, രക്തസാക്ഷിയായിട്ടുള്ള നമ്മുടെ ശരത്തിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് വെച്ച് തരാം നിങ്ങൾക്ക്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കുറേ പെണ്ണുങ്ങളുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്നെ നശിപ്പിച്ചു, എന്നെ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, എന്നെ 12 വട്ടം പീഡിപ്പിച്ചു, ഇത്രയും 30-40 ഒക്കെ വട്ടം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാൾക്ക് ഒരു വട്ടം ആ ഒരു ഇതുണ്ടാവത്തുള്ളൂ, ഒറ്റ വട്ടം നമ്മുടെ സമ്മതമില്ലാതെ. പിന്നീട് എന്താ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമ്മൾ അതിനെതിരെ ഒന്നെങ്കിൽ കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് 10, 20, 30 ഒക്കെ കണക്ക് പറയുന്ന ഓരോ തോൾമാർ വന്നിട്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് കൊടുക്കുക. ഞാനൊരു ആ രക്തസാക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് രാഹുൽ പറയുന്നതിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ മായ വിശ്വനാഥിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം നിങ്ങൾ അതെല്ലാവരും കാണണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവർ ആരും സബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. രാഹുൽ ഇലക്ഷൻ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ലൈക്ക് ചെയ്യുക, ജസ്റ്റിസ് ഫോർ രാഹുലിന് കമന്റും കൊടുക്കുക. പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യുക. എന്നാലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഫുള്ളിരുന്ന് കാണണം. ചിലവരൊക്കെ മുക്കും മൂലം ഇരുന്ന് കാണാതെ കുറച്ച് കമന്റ് ഇട്ടിട്ട് അങ്ങ് പോകും. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. ഇതാണ് ഈ പ്രസ്ഥാനം. ഇന്ന് അനശ്വര രക്തസാക്ഷികൾ. ശരത്തിന്റെയും കൃപേഷിന്റെയും രക്തസാക്ഷിത്വ വാർഷികമാണ്. CPM എന്ന നരഭോജി തീവ്രവാദ സംഘടന തലയോട്ടി വെട്ടിത്തകർത്ത് കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. രാഷ്ട്രീയത്തെ തൊഴിലായി കണ്ട പ്രസ്ഥാനത്തിലെ അവസരം കുറയുമ്പോൾ മറ്റു പാർട്ടിക്കാരെ മണിയടിക്കുന്ന ശങ്കർമാർക്ക് അത് മനസ്സിലാകണം എന്നില്ല. ആ മണിയടിക്കാരൊക്കെ വന്നു പോകുമ്പോഴും ഈ പാർട്ടി ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത് ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അവർക്ക് പ്രധാനം അധികാരമല്ല. സെക്രട്ടേറിയറ്റിലെ ഭരണക്കൊടിയില്ലെങ്കിലും അവരുടെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറമൊന്ന് മങ്ങിയാൽ അത് നോവ് ഉയർത്തുന്ന ആ മനുഷ്യരാണ് ഈ പാർട്ടി. രക്തസാക്ഷി ഉണ്ടായാൽ ഫണ്ട് അടിച്ചു മാറ്റാമല്ലോ എന്ന് കരുതുന്ന മധുസൂദന പാർട്ടിക്കാർക്കും അത് മനസ്സിലാകില്ല.
രക്തസാക്ഷികൾ അനശ്വരന്മാർ, മറക്കില്ല മാർക്സിസ്റ്റ് ഈ കൊലവെറിയുടെ ഓർമ്മ. ഇതായിരുന്നു രാഹുൽ പങ്കുവച്ച കുറിപ്പ്. 2 ദിവസം മുമ്പ് രാഹുൽ ഇട്ട പോസ്റ്റാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്രമാത്രം അദ്ദേഹം വെറുക്കുന്നുണ്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ കുറേ സ്ത്രീകൾ, ഒരു സ്ത്രീ വന്നിട്ട് ഒരാൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തീരാനേ ഉള്ളൂ. ഇപ്പം ഡാനി സത്യൻ എന്ന് പറഞ്ഞിട്ട് വന്ന് ന്യൂസ് മൊത്തം അതായിരിക്കും. ഡാനി അത് ചെയ്തു, ഡാനി ഇത് ചെയ്തു, മറ്റേത് ചെയ്തു, അവൻ അങ്ങനെ ചെയ്യും. ഇപ്പം നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. നമുക്ക് ഒരുപാട് ഐറ്റേഴ്സ് ഉണ്ട്. ഞാൻ ഈ കണ്ണാടി വെച്ചപ്പം കണ്ണിന് പവറിൻ്റെ കാര്യം സംസാരിച്ചിട്ടപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിൻ്റെ കണ്ണ് പോട്ടെ എന്നും പറഞ്ഞുള്ള രീതിയിൽ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, അവർ അക്കൗണ്ടൊക്കെ നോക്കിയപ്പോൾ നല്ല പച്ച കമ്മ്യൂണിസ്റ്റുകാരി പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്ത്. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമാക്കി സംസാരിക്കുമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ എല്ലാ പാർട്ടിയും നല്ലതാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഈ 3 പാർട്ടിയും നല്ലതാണ്, കൊണ്ട് നടത്തുന്നവന്മാരുടെ കയ്യിലിരിക്കും പാർട്ടിയുടെ വളർച്ച ഉയർച്ചയൊക്കെ. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പൊളി ടീംസൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം ഗ്രൂപ്പിലെ ടീംസ്, സ്വന്തം നേട്ടത്തിന് വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ. അങ്ങനെ ആ ഒരു ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി അവരുടെ അടുത്ത്. അവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായിട്ടൊക്കെ കാണിച്ചു വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളുടെ കണ്ണ് പോകണം, ഒരാളുടെ ജീവിതം നശിക്കണം എന്നൊക്കെ കാണുമ്പോഴേ എൻ്റെ പൊന്നും മണി ചേച്ചി, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നൊന്നുമില്ല. അങ്ങനെ കുറേ എണ്ണം. ഓക്കെ, എന്തായാലും നമുക്ക് മായ വിശ്വനാഥ് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം. അവർ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് വെക്കുന്നത്. അതിനു മുമ്പ് അവരൊരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫിലിപ്പിൻ്റെ കേസുകെട്ടുമായിട്ട് പോയേക്കുമായിരുന്നു. ഫിലിപ്പ് നമ്പാടിൻ്റെ ആ വിഷയത്തിൽ അയാൾ തെറ്റുകാരനാണ്, 100% ഒപ്പിട്ട് ഞാൻ തരാം. അയാളും കണക്കാണ്, അയാളുടെ വൈഫും മോളും ഇതുപോലുള്ള കള്ള ഫാമിലി. 16 വയസ്സുകാരി കൊച്ചിനെ നശിപ്പിച്ച വഞ്ചകൻ നാറി. അവനെപ്പോലുള്ളവന്മാരൊക്കെ നരകത്തിൽ പോകണം, അതുപോലെ അനുഭവിക്കണവന്മാരൊക്കെ. എൻ്റെ വായിരിക്കുന്നതൊക്കെ ചിലപ്പം ഇച്ചിരി കൂടുതലായിപ്പോൾ ഞാൻ എല്ലാം അടക്കി പിടിച്ചാണ് സംസാരിക്കുക. എന്തായാലും നമുക്ക് ആ മായ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വറിൻ്റെ അക്കൗണ്ടിൽ വരുന്ന അതും കൂടെ ഒന്ന് വെച്ചാൽ. ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം. കാരണം സ്ത്രീ ആയത് സ്ത്രീയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വലിയ അഭിമാനമോ അല്ല, പുരുഷനായതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരസ്പര റെസ്പെക്റ്റാണ് വേണ്ടത്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് നോക്കേണ്ടത്. കാരണം പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ്, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷൻ അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവർ, ജഡ്ജ്മെൻ്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ്. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്. പക്ഷെ പുരുഷൻ്റെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാച പ്രചരണം വെച്ചിട്ടുണ്ട്. സത്യമാണ് ഈ പറയുന്നത്, സത്യം. ആണുങ്ങൾ കരഞ്ഞാല എന്താ പറയണ്ടേ, കഴിവില്ലായ്മ. പെണ്ണുങ്ങൾ പറയുന്ന ഒരു ഇതുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും, ഇങ്ങനെ കരയുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ സംസാരിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു പെണ്ണ് എങ്ങനെ ധൈര്യത്തോടെ ഇറങ്ങി നിൽക്കാൻ പറ്റും? വിഷമമുള്ളവർ കരഞ്ഞു തീർക്കും എന്ന് വെച്ച് ആണിൻ്റെ തൻ്റെ ഇടം പോകുന്നതാണ് അർത്ഥം. അങ്ങനെ ചിന്തിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. ഇവർ പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഒരാണ് കരഞ്ഞു കഴിഞ്ഞാൽ അവൻ തൻ്റെ ഇടമില്ലാത്തവനാണ്, അവൻ എന്താണ് മറ്റേതാണ് മറിച്ചതാണെന്ന് തോന്നുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. ഇപ്പോൾ കാണിക്കുന്നതൊക്കെ എന്താ, എൻ്റെ പിള്ളേരാണ്, അവൻ എൻ്റെ ഗ്യാങ് ആണ്, ഞാൻ എൻ്റെ മെയിനാണ്, അതൊക്കെ കാണിച്ച് വലിയ കൊണയടിക്കുന്നവന്മാരുടെ അടുത്തൊക്കെ പോകുന്ന കുറേ അവന്മാരുണ്ട്. പോയൊക്കെ കഴിയുമ്പോൾ ജീവിതം എന്താണെന്ന് അത് ജീവിതത്തിലോട്ട് തുടങ്ങുമ്പോഴേ ഇവരുടെ ആളൊക്കെ പഠിക്കത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇവർ പറയുന്ന ബാക്കി കൂടെ വെക്കാം. ഇപ്പോൾ കുറേ എണ്ണം ഉണ്ട്. ഒന്ന് കരഞ്ഞാലായി അവൻ മണ്ണുണ്ണിയാണ്. വിഷമമുള്ളവർ കരയും, വിഷമമുള്ളവർ കരഞ്ഞാൽ തീർക്കണം. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ പറയുന്നത്. അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇമോഷണൽ ഉണ്ട്. കാരണം ഇപ്പം തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ. ഇപ്പോൾ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാൾ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോൾ ഒരു ഫാഷനാണ്. ഇവർ രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവൻ്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പം പറയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പം പ്രശസ്തനല്ലായിരിക്കും, അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോവും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു ഫാഷൻ. കറക്റ്റ് കാര്യമല്ലേ പറയുന്നവര്, പക്കയല്ലേ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം അതുപോലെയല്ലേ സംഭവിച്ചത്. പിന്നെ റിനി
റിനി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു എനിക്ക് ചിരി അടക്കാൻ റീന എന്ന് പറഞ്ഞാണ്, നമ്മളൊരു റൂം എടുക്കുന്നത് എന്താ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ, ഒരു ഹഗ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു കിസ് ചെയ്യാനോ, ഒരു ഫ്രണ്ട്ഷിപ്പ് പങ്കുവെക്കാനോ, ഇതൊക്കെയാണ് റിനി വന്നിട്ട് സംസാരിച്ചിട്ടുള്ളത്. റിനി അറിയാലോ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയൊരു പെണ്ണാണ്, ആദ്യത്തെ പെണ്ണ്. ഓക്കെ, ഹഗ്ഗും കിസ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, അവിടെ രീതിയിൽ അങ്ങനെ ആയിരിക്കും. 10 വർഷം കഴിഞ്ഞാൽ അവൾ ഇതിൻ്റെ അപ്പുറം വേണമെങ്കിൽ പറഞ്ഞു നടക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, ഈ റിലേഷൻ ആയി കഴിഞ്ഞ് എല്ലാം പരസ്പരം അങ്ങോട്ട് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയറും ചെയ്ത് മേടിച്ചെല്ലാം കഴിഞ്ഞിട്ട് നാളെ അവനൊരു ഹൈ പൊസിഷനിൽ എത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ, ആ സമയത്ത് ഇവർ ബ്രേക്കപ്പ് ആയേക്കാം. ഇത് അങ്ങോട്ട് പിടിക്കാതെ വരുമ്പോഴത്തേക്ക് എന്നെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് കൊണ്ട് കേസും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും. ആണെന്ന് പറയുമ്പോൾ പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ ഫോട്ടോ സഹിതം പത്രത്തിൽ വരും, ഫോട്ടോ സഹിതം. അതൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൂടി ഇരുന്ന് ആഘോഷിക്കുക. എല്ലാവരും പറയല്ലോ സ്ത്രീയെ നശിപ്പിച്ചു, അത് നശിപ്പിച്ചു, ഇത് നശിപ്പിച്ചു എന്ന് പറയും. ആ ചെറുപ്പക്കാരന് അമ്മയുണ്ട്, അനീതിയുണ്ട്. അതൊക്കെ ചിന്തിക്കേണ്ട ആൾക്കാരാ. അതൊന്നും ആരും ചിന്തിക്കത്തില്ല. ഇവിടുത്തെ മീഡിയക്കാർ ചിന്തിക്കത്തില്ല, ഇവിടുത്തെ ഗവൺമെന്റ് ചിന്തിക്കത്തില്ല, പോലീസ്, ഇവിടെ ആരും ഒന്നും ചിന്തിക്കത്തില്ല. അപ്പോഴും എന്താണ്, കേസ് കൊടുത്ത പെണ്ണിന് നീതി ഉണ്ടാക്കി കൊടുക്കണം. അവളോ അവിടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വരുന്നു. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അങ്ങനെ കുറെ ജനങ്ങളുണ്ട്. ന്യായം എവിടെയുണ്ട്? അന്തസ്സുള്ള ഒരു സ്ത്രീകളും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾക്ക് ഇവിടെ നിയമം കിട്ടുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഈ പറയുന്ന സംഭവത്തിന് ഒരു പുരുഷ കമ്മീഷൻ പരിഹാരമാവൂ? വേണം, തീർച്ചയായും. കാരണം ഒരു നാണയത്തിന്റെ 2 വശം സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ല, അത് പരമ്പരാഗത ഹെറ്ററോനോർമേറ്റീവായിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. ഇവരുടെ അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ രീതി പ്രതിനിധീകരിക്കുന്ന പുരുഷൻ. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം അതിൻ്റെ ഉള്ളിലെ അന്തസത്ത എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഇവിടെ വനിതാ കമ്മീഷനുകൾ രൂപീകൃതമാകുന്നത്. ഭരണഘടന അങ്ങനെ ഒരു പൊസിഷൻ പുരുഷന് നൽകുന്നില്ല. അബലനായ പുരുഷനും. നോക്കൂ, കറക്റ്റാണ്. പക്ഷേ അങ്ങനെ യൂത്ത് എന്നൊരു ക്ലാസിനെയും യൂത്ത് ഡിസഡ്വാൻറ്റേജ് ആയെന്നും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. പക്ഷേ യൂത്ത് കമ്മീഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്തായാലും മുമ്പേ സംസാരിച്ചവനുണ്ടല്ലോ, അവൻ എന്തൊരു വിവരം കിട്ടവനാന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ രാഹുൽ ഈശ്വറിന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഫിലിപ്പിന്റെ കേസ് കേട്ടില്ല രാഹുലിന് തെറ്റുപറ്റിയിട്ടുണ്ടായിരുന്നെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. രാഹുൽ ആ വിഷയം പിന്നെ എടുത്തിട്ടുമില്ല. ഓക്കെ, ഇനി രാഹുലിന്റെ യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോ ഈ പറയുന്ന മായയെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കണം. എന്താ മായാജി എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഒരു പെണ്ണിനെ 9 തവണ പീഡിപ്പിക്കാൻ പറ്റുമോ? കാര്യം ഇന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കഥയാണ്. 15 വർഷം പീഡിപ്പിച്ചു, 12 വർഷം പീഡിപ്പിച്ചു, 10 തവണ പീഡിപ്പിച്ചു, 9 തവണ പീഡിപ്പിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ ഒരു കാരണം ഉണ്ടായത്? അത് വളരെ വൈറലുമായി കേട്ടോ, വളരെ വൈറലായി. ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാരെ ശ്രദ്ധിച്ചു. നമസ്കാരം രാഘവ് ജി, എല്ലാവർക്കും അവിടെ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. വേറെ ഒന്നല്ല, കാരണം പീഡനം ഒരു പ്രാവശ്യം നടക്കുള്ളൂ. പക്ഷെ ആ പിടിക്കുമ്പോ എല്ലാ പെൺപിള്ളേരും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അവര് കുറച്ചുനാൾ കഴിയുമ്പോൾ ആരെങ്കിലും അടുത്ത് പറയിരിക്കും, പിന്നെ പീഡിപ്പിക്കാന്ന്. കാരണം ഇതിപ്പോ സ്ഥിരമാണ്. എന്റെ ഒരു ഫ്രണ്ടിന് ഈ ഇടയ്ക്ക് എന്റെ ഫ്രണ്ടിന് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇതേപോലെ അവർ പ്രണയിക്കുന്ന സമയത്ത് ചില സ്ത്രീകള് അല്ലെങ്കിൽ ചില പുരുഷന്മാര് ടോക്സിക് ആവും. അപ്പൊ അവർക്ക് ആ റിലേഷൻ കൊണ്ടുപോകാൻ മടി വരുമ്പം അവർ ആ റിലേഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആക്കും. ചിലവര് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആക്കുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആള് അതൊരു പുരുഷനാണെങ്കിൽ, സ്ത്രീ ആണെങ്കിൽ പ്രശ്നമല്ല. പുരുഷൻ പെട്ടെന്ന് ഫേമസ് ആവുമ്പം അല്ലെങ്കിൽ അവരിതുവരെ അറിയാത്ത ആകുമ്പം 15 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് വരുന്ന പീഡനമാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര അതിശയായിരുന്നു. ഇങ്ങനെ ഒരാൾ 9, 19 പ്രാവശ്യം, ഞാനും ഒരു പെണ്ണാണ്, എന്റെ ദേഹത്ത് എന്റെ ഇഷ്ടമല്ലാതെ ഒരാള് ദേഹത്ത് തൊടയിൽ നോക്കി ചെയ്യണമെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട്. എന്റെ ഫെമിനിസം അതാണ്. അല്ലാതെ ഒരു പുരുഷനെ ചവിട്ടി തേക്കുന്നതല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പുരുഷന്മാരും എങ്ങനെ മോശമാവും, അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീ മോശമായതുകൊണ്ട് എല്ലാ സ്ത്രീകളും മോശമാവണമെന്നില്ല. ഇവിടെ ആദ്യത്തെ കാഴ്ചപ്പാട് മാറേണ്ട സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിവേചനം മാറ്റണം. വ്യക്തികളാണ്. ഇപ്പം എന്നെ ആയാലും രാഹുൽ ആയാലും നമ്മളെന്താ പറയുന്നത്, ഇന്ത്യൻ പൗരനാണ് അല്ലേ? എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും മാറുമെന്ന്. ഒരവസരം വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ആ കാർഡ് ഇറക്കും, ഉറപ്പാണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവനവൻ്റെ വിജയങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ വിഷമമോ കാര്യങ്ങളോ ഒന്നും ഈ കാലത്ത് ആരും ഒന്നും ഇത് ചെയ്യാറൊന്നും പോകത്തൊന്നുമില്ല. അങ്ങനെ ആയിരിക്കും നമ്മുടെ നാട് തന്നെ നന്നായനെ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു മാറ്റം വരുമെന്ന്. ഓക്കെ, ഇവർ പറയുന്ന ബാക്കിയും കൂടെ വെക്കാം. അല്ലാതെ എന്നെ ഇന്ത്യൻ പൗരിച്ചി പറയുന്നത്.
എനിക്കത് മായാജി പറയുന്നതിന്റെ ഒരു ക്രക്സ് എനിക്ക് തോന്നിയ കാര്യമേ, എനിക്കത് വളരെ ഇംപ്രസീവായി തോന്നിയ കാര്യം, ഞങ്ങൾ ആണുങ്ങൾ പറയുമ്പോൾ അതിന് കിട്ടുന്ന റെസ്പെക്റ്റും റീച്ചും കുറവാണ്. പക്ഷെ സ്ത്രീകൾ തന്നെ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു പറയുമ്പോൾ, ഇപ്പം ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പല കേസുകളിലെയും കാര്യങ്ങളും ഇവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നു, ആ ബന്ധം പിരിഞ്ഞു പോയത് ദൗർഭാഗ്യകരമാണ്. ബന്ധം പിരിഞ്ഞു പോകുമ്പോ പിന്നെ കൊണ്ടുവരുന്ന, കാരണം ഇവര് രണ്ടുപേരും, ഒരു പുരുഷനും സ്ത്രീ ഒരേ സുഖം അനുഭവിച്ചു, അവര് ആ സമയത്ത് സന്തോഷം പങ്കിട്ടു. അത് കഴിയുമ്പോ പുരുഷൻ മാത്രം എങ്ങനെ ഇരയാവുന്നു, അവരെ വേട്ടക്കാരനാവുന്നു, മറ്റവർ അതിജീവിതയാവുന്നു. യഥാർത്ഥ അതിജീവിതർക്ക് ഇവിടെ അവർക്ക് അതിനുള്ള അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു നിയമമോ കിട്ടുന്നില്ല. യഥാർത്ഥ അതിജീവിതം, യഥാർത്ഥ വളരെ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അല്ല അങ്ങനെയല്ല, ഈ യഥാർത്ഥ അതിജീവിതകളോടൊപ്പം നമ്മൾ നിൽക്കണം. പക്ഷേ പലപ്പോഴും പല ആൾക്കാരും യഥാർത്ഥ അതിജീവിതകളല്ല ഈ പരാതികൾ. അതെ അതെ, ഇവർ പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഇതുപോലുള്ള കള്ളികൾ രംഗത്ത് വരുന്നതുകൊണ്ട് നാളെ ഒരു പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സോഷ്യൽ മീഡിയ വന്നിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഓ അവൾ വീണ്ടും നമ്പർ ഇറക്കില്ല, രാഹുലിന്റെ അവസ്ഥ തന്നെ ആ പയ്യനെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് കിട്ടേണ്ട നീതി ആയിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത്. കാരണം കുറെ അവൾമാർ വന്നിട്ട്, കാരണം പെണ്ണുങ്ങളുടെ ഇവിടുത്തെ നിയമം വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങളുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വിടാൻ പറ്റത്തില്ല. അപ്പം ഒരു ചെറുപ്പക്കാരനെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നിസ്സാരമായിട്ട് പറ്റും. ചിലപ്പോൾ നാളെ ഒരു കേസ് കേട്ടു, ഒരു പെൺകുട്ടി വന്ന് അവൾക്ക് മോശമായിട്ടൊരു അനുഭവം ഉണ്ടായി, അത് സമൂഹത്തിന് വിളിച്ചു പറയുമ്പോൾ അവൾ പറയുന്നത് കള്ളവാന്ന് പോലും നാളെ ജനങ്ങൾ പറയും. കാരണം ഈ റിനിയെ പോലുള്ളവളും ഷഹനാസിനെ പോലുള്ളവന്മാരും പിന്നെ ഈ അതിജീവിതം എന്ന് പറയുന്ന 3-4 ടീമുണ്ടല്ലോ, ഇവറ്റകളെ പോലുള്ളവന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറവും സംഭവിക്കും. ഇതിവിടെ വരുന്ന പരാതികൾ ഭൂരിഭാഗം, ഒരു 98% വരുന്ന പരാതികളും അവരറിഞ്ഞുകൊണ്ട് തന്നെ പോയി പലയിടത്തും പോയിട്ട് പിന്നെ അത് പീഡനമായിട്ട് വരുമ്പം സ്ത്രീകൾക്ക് പോലും ഒരു നെറ്റിച്ചൊല്ലിയാണ്. കാരണം ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ സ്ത്രീ എന്ന വാക്കിന് തന്നെ ഭയങ്കരമായിട്ട് പുച്ഛം വരും. ഉറപ്പാണ്. ഹലോ, വളരെ സത്യമാണ്, 100% വളരെ സത്യമാണ്. പുച്ഛം വരും, അതൊരു പുച്ഛം വരും. സ്ത്രീ എന്ന് പറയുന്ന വാക്കിനോട് സ്ത്രീയെ ഉപമിക്കുന്നത് നമ്മളെ തുളസിയുടെ യഥാർത്ഥ പവിത്രയോടെയാണ് സ്ത്രീയെ ഉപമനിക്കുന്നത്. എല്ലാ ഇതിലും ഉപമനം കൊടുക്കുന്നത് സ്ത്രീക്ക് അത്ര വാല്യൂ ആയിട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ സ്ത്രീകൾ ഇറങ്ങിയാണെങ്കിൽ നല്ല സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഡിഗ്നിറ്റി, നല്ലത് ചീത്ത ഡിഗ്നിറ്റിയുള്ള സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾക്ക് ഇതിന്റെ ഒരു വാല്യൂ പോവും. വളരെ കറക്റ്റാണ്. അല്ല, ഒരു കാര്യം കൂടെ സബ്മിറ്റ് ചെയ്തോട്ടെ. അല്ല, ഇപ്പൊ യഥാർത്ഥത്തില് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ അതിജീവിത എന്ന വാക്ക് പവിത്രമായൊരു വാക്കാണ്. പക്ഷെ ഇപ്പം പലരും അത് മിസ്യൂസ് ചെയ്യുകയാണ്. ആ വേർഡിന്റെ, അതിജീവിത എന്ന പദത്തിന്റെ തന്നെ വാല്യൂ പോവുകയാണ്. അതുകൊണ്ട് വാല്യൂ പോയേ. കാരണം ഇപ്പൊ ഏറെയായിട്ട് ഭൂരിഭാഗം ഇപ്പൊ ഏറെയായിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങളാണ്, അവരാണ് അതിജീവിതൻ എന്ന് പറയേണ്ടത് അവരെയാണ്. ഇങ്ങനത്തെ ഉള്ള സ്ത്രീകളെ അല്ലേ, ഇങ്ങനത്തെ സ്ത്രീകളെ എനിക്ക് വളരെ, ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഈ ഫെമിനിസം എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം, ഞാൻ ആരുടെയും പേര്, അവരുടെ കൂടെ എപ്പോഴും പുരുഷന്മാര് കാണും, സ്ത്രീകളല്ല അവരുടെ കൂടെ കാണുന്നത്. ഞാൻ ഒരുപാട് ഫെമിനിസമാണ്, എന്നിട്ട് തന്നെ അവര് പുരുഷന്മാരെ എന്തിനാണ്, അവരുടെ ഒരു ഹസ്ബൻഡോ അവരുടെ ഒരു അച്ഛനോ ചിലപ്പോ മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരെ അങ്ങനെ നോക്കരുതെന്നുള്ളതാണ്. വളരെ കറക്റ്റ്. ഞാനിപ്പം മാഡത്തിന് അധികം സമയം എടുക്കുന്നില്ല, ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടേക്കാം. ഒരു കാര്യം കൂടി പറയണം പ്ലീസ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ഫെമിനിസം പറയുന്ന സ്ത്രീകൾ യഥാർത്ഥമായി പീഡിക്കപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥമായി വേദന അനുഭവിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലല്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായി. ഒരുപാട് പേര് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈയിടയ്ക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു, 19 വയസ്സുകാരി 17 വയസ്സുകാരനെ പീഡിപ്പിച്ചു. പക്ഷെ അവളുടെ പടം ഒരു സ്ഥലത്തും വന്നിട്ടില്ല, അവരെക്കുറിച്ചൊരു ഡീറ്റെയിൽസും വന്നിട്ടില്ല. ആ പയ്യനെ കുറിച്ച് അതിജീവൻ എന്ന് പറഞ്ഞ പേരോ അവനെ ഇരയാക്കിയില്ല. ആ ന്യൂസ് എവിടെ പോയി? അന്ന് ഈ ഫെമിനിസ്റ്റുകൾ എവിടെ പോയി കടന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഇന്ന റൂമിൽ വരിക, കഥ കുറ്റിയിടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മസാല ദോശ ഉണ്ടാക്കാനോ രാമായണം വായിക്കാനോ കുർബാന ചൊല്ലാനോ കട്ടൻ കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ അല്ല, ഇതിന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അറിയാം. കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ അറിഞ്ഞു വെച്ചിട്ട്, കാരണം ഇന്ന് ഒരു മാറ്റി പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഞാൻ അധികം മാഡത്തിന് സമയം എടുക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഡൈവേഴ്സായി, നമുക്ക് ഭർത്താവിനെ വേണ്ട, പക്ഷെ അയാളുടെ സ്വത്ത് എന്തിനാണ്?
Correct. കുട്ടികൾക്ക് കൊടുക്കാം. അന്ന് അവിടെ അഡ്വക്കേറ്റ് വിജിത പറഞ്ഞു, കുട്ടിയെ കൊണ്ട് ഒരു സ്ത്രീയും പുരുഷനും വരുന്നില്ല, കല്യാണം കഴിക്കുമ്പോഴേ കുട്ടി ഉണ്ടാവുള്ളൂ, കല്യാണം കഴിക്കാതെയും കുട്ടി ഉണ്ടാവാം. പക്ഷെ ഡൈവേഴ്സ് ചെയ്യുമ്പം അവന്റെ കാശ് എന്തിനാണ് നമുക്ക്? Correct. അവനെ വേണ്ട, അവന്റെ സ്വത്തും കാശും വേണം. അതിന്റെ ആവശ്യം കുട്ടിക്ക് അവൻ കൊടുക്കണം, അത് വേണം. കാരണം അവനിൽ നിന്നുണ്ടായ കുഞ്ഞിന് കൊടുക്കണം. പരിഗണന അവൻ കൊടുക്കണം. പക്ഷെ ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് സ്വന്തമായി ജോലി ചെയ്ത്, കാരണം അവനെ വേണ്ട. ഇതിനകത്ത് ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ 19-കാരി പെണ്ണ് 17 വയസ്സുള്ള ചെറുക്കനെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവന്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, അതിജീവിതം ഒന്നും പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ആണുങ്ങൾ ആ ഒരു രീതിയിലാണ് ഇവർ കാണുന്നത്. സത്യം പറഞ്ഞില്ല, സത്യത്തിൽ ഇന്ന് കേരളത്തിൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളാണ്. പിന്നെ അവർ പറഞ്ഞു വേറൊരു കാര്യം കൂടെ, ഡിവോഴ്സ് ചെയ്യുമ്പോൾ പിന്നെ എന്തിനാ സ്വത്ത്, പണം, അത് ഇത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഈ പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി ഒറ്റ ആഗ്രഹമുള്ള അദ്ദേഹം ഇലക്ഷനെ നിർത്തട്ടെ. എൻ്റെ അറിവിൽ ഞാൻ ഇന്ന് അറിഞ്ഞ കാര്യമാണ് അയാളെ നിർത്തത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി ഒരു റിനിയെ പോലുള്ളയും ഷഹനാസിനെ പോലുള്ളവന്മാരൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കറക്റ്റായിട്ട് വേണം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.